നൂറ ചെന്ന് ആദിലയെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നീ നിന്റെ ദേഷ്യവും വാശിയും കുറച്ചൊന്ന് കുറയ്ക്കണം, എന്തിനാണ് ഇങ്ങനെയെല്ലാം ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നൂറ. അനീഷിനോടുണ്ടായ വഴക്കിന് ശേഷമായിരുന്നു ഈ ഉപദേശം. അപ്പോൾ ആദില പറഞ്ഞു, നിനക്ക് എന്റെ സ്വഭാവം നന്നായി അറിയുന്നതല്ലേ, എന്നെ ആരെങ്കിലും ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ വെറുതെ വിടുമോ? അയാളാണെങ്കിൽ എന്റെ മുന്നിൽ നിന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്റെ തന്തയെയാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കുക എന്നുള്ളത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? എനിക്ക് അയാൾ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വാപ്പന്റെ മുഖം തന്നെയാണ് ഓർക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യവും ഫ്രസ്ട്രേഷനും വരാൻ കാരണം. എന്നെ കൊണ്ട് പറഞ്ഞു വല്ല പണിയെടുപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് അയാൾക്കാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക? അപ്പോൾ നൂറ പറഞ്ഞു, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലായി, എങ്കിലും നമ്മൾ ഇപ്പോൾ പബ്ലിക്കായി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വരാൻ പാടില്ല. തെറികളൊന്നും നീ വിളിക്കരുത്, അത് വളരെ മോശമാണ്. നിന്റെ ദേഷ്യം നീ ഒന്ന് കൺട്രോൾ ചെയ്യണം. എനിക്ക് മനസ്സിലായി, അനീഷേട്ടൻ നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിനക്ക് നിന്റെ വാപ്പയെയാണ് ഓർമ്മ വരുന്നതെന്നുള്ളത് എനിക്കും മനസ്സിലായി. എന്നാൽ നീ ഇത് പബ്ലിക്കിലേക്ക് കൊടുക്കാതെ ഒന്ന് നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം. നൂറയുടെ വാക്കുകൾ ആദില സ്വീകരിച്ചു. ഞാൻ കൺട്രോൾ ചെയ്തോളാം, എനിക്ക് അയാളോട് പേഴ്സണലായി ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ ഈ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നെ വല്ലാതെ ട്രിഗർ ചെയ്യുന്നത്. നിനക്കറിയാവുന്നതല്ലേ, എന്റെ തന്തയുടെ അതേ സ്വഭാവമാണ് അനീഷേട്ടനുള്ളത്. അത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വെറുപ്പ് തോന്നുന്നത്. എന്തായാലും ഞാൻ കൺട്രോൾ ചെയ്തോളാം എന്നാണ് ആദില പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ BB അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.